ഇന്നത്തെ വൈകുന്നേരത്തെ അല്പസമയത്തെ ഒരു ദൈവവചന ചിന്തനത്തിനായിട്ട് നമുക്കൊരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ രാത്രികാലത്തെ അല്പസമയത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള ഫുൾ അധ്യായം. എല്ലാ വാക്യങ്ങളും വായിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിലും വളരെ കാതലായ ചില ചിന്തകൾ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം എത്ര വായിച്ചാലും നമുക്ക് വളരെ ആവേശം കൊള്ളിക്കുന്നൊരു ഒരു പുസ്തകമാണ്. കാരണം ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിച്ച നെഹമ്യാവിന് ദൈവം കൊടുത്ത വലിയ അത്ഭുതകരമായ സാക്ഷ്യത്തെക്കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ നെഹമ്യാവിൻ്റെ പുസ്തകം വളരെ ദൈവിക നിയോഗത്തിന് വേണ്ടി ഒരുവൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ദർശനം പ്രാപിച്ച ഒരുവൻ ഇറങ്ങിയാൽ അവന് ദൈവം കൊടുക്കുന്ന ദൈവിക പദ്ധതികളെയും ദൈവിക ദർശനത്തിൻ്റെ പൂർത്തീകരണത്തെയൊക്കെ കുറിച്ച് കാണുന്ന ഒരു പുസ്തകമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം. ഈ 1-ാം അധ്യായം തുറക്കുമ്പോൾ തന്നെ നെഹമ്യാവിൻ്റെ മേലുള്ള നെഹമ്യാവിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയായിട്ട് നമുക്ക് ആ അധ്യായത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഏകദേശം 150 വർഷത്തോളം ബാബിലോണിയ അടിമത്തത്തിലായിരുന്ന ജനത്തെ ദൈവം വിടുവിച്ച് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു വീണ്ടെടുപ്പ് ഒരുക്കുന്നത് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു വീണ്ടെടുപ്പ് സാധ്യമായി തീർന്നത് വാസ്തവത്തിൽ നെഹമ്യാവിനെ പോലെ ഒരു ദർശനമുള്ള ഒരു വ്യക്തി ആ ദേശത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റത് മുഖാന്തരമാണ് ജനത്തിന് ദൈവം വിടുതൽ ഒരുക്കിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്രായേലിൽ ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇങ്ങനൊരു വീണ്ടെടുപ്പിന് സാധ്യത, അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു വീണ്ടെടുപ്പിന് സാധ്യത കുറയുമായിരുന്നു. ദൈവം അതാത് കാലങ്ങളിൽ ദർശനമുള്ളവരെ ഉപയോഗിക്കും, ദർശനമുള്ളവരെ എഴുന്നേൽപ്പിക്കും. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ദൈവവചനത്തോട്, ദൈവസഭയോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും, കാലാകാലങ്ങളിൽ ദൈവം നമ്മെ അതാത് ദേശങ്ങളിൽ വിവിധ ഇടങ്ങളിലാക്കി വച്ചിരിക്കുമ്പോൾ ദൈവം ചില ദർശനമുള്ള ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ടാണ് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടുന്നത്. ദൈവത്തിന് ദർശനമുള്ളവരെ ആവശ്യമാണ്. ദൈവത്തിന് ആൾക്കൂട്ടത്തെക്കാട്ടിലും ആളിൻ്റെ പെരുപ്പത്തെക്കാട്ടിലും ദർശനമുള്ള ഒരാളെ മതി ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇസ്രായേൽ ജനം 150 വർഷമായി ബാബിലോണിയ അടിമത്തത്തിലായി കിടക്കുന്ന സമയത്ത് ആരും തന്നെ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനായി, ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തിനായിട്ട് ദൈവം ആരെയും കണ്ടെത്തിയില്ല. എന്നാൽ നെഹമ്യാവിനെ പോലെ ദർശനം പ്രാപിച്ച, ദർശനമുള്ള ഒരാൾ വന്നപ്പോൾ ദൈവം തൻ്റെ പദ്ധതികൾ ഈ നെഹമ്യാവിലൂടെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ഗോഡ് നീഡഡ്, or God is eagerly waiting for a people of visions. ദർശനമുള്ളവരെ ദൈവം കാത്തിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, ഇസ്രായേൽ ജനത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് നെഹമ്യാവിനെ ദൈവം ഉപയോഗിക്കുന്നു. ഈ ദർശനമുള്ളവൻ്റെ ദൈവിക നിയോഗത്തിൻ്റെ ഒരു കാര്യപരിപാടി എങ്ങനെയാണെന്ന് നോക്കിയാൽ, അത് നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ അതിനോട് താതാത്മ്യപ്പെടുത്താനായിട്ട് ഞാൻ ഈ രാത്രികാലം ഒന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ദർശനമുള്ളവൻ്റെ ജീവിതം എങ്ങനെയാണ് വ്യതിയാനപ്പെടുന്നത്, എങ്ങനെയാണ് അതിനകത്തെ അവസ്ഥകൾ എന്നുള്ളത് നെഹമ്യാവിൻ്റെ ജീവിതം നമ്മളെ വരച്ചു കാട്ടും. ഇഫ് യു ആർ എ വിഷണറി ഓർ എ പീപ്പിൾ വിത്ത് വിഷൻ, ഡെഫിനറ്റ്ലി ദർ ഈസ് എ ഡിഫറെൻറ്റ് ട്രാക്ക് ഓഫ് എക്സിസ്റ്റൻസ്. ഒരു പുതിയ, അല്ലെങ്കിൽ വേറെ നിലയിലുള്ള ഒരു ഗമനമാണ്, വേറെ നിലയിലുള്ള ഒരു അനുഭവമാണ് ദർശനമുള്ളവനുണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ഈ 1-ാമത്തെ അധ്യായം അത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫസ്റ്റ് 4 വേഴ്സസ് വായിക്കുമ്പോൾ, we could see the people of vision encounter problems. പ്രശ്നങ്ങൾ നേരിടുന്നത്, പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ദർശനമുള്ളവനാണ്. ദർശനമില്ലാത്തവൻ ഒരിക്കലും
ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു 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 പ്രതിസന്ധിയും അഭിമുഖീകരിക്കേണ്ടി വരത്തില്ല. ഹി നെവർ നീഡ് ടു ഫേസ് എനി കൈൻഡ് ഓഫ് എൻകൗണ്ടർ ഓർ ചലഞ്ച് ഇഫ് ദറ്റ് പേഴ്സൺ ഡസൻറ്റ് ഹാവ് എനി പർട്ടിക്കുലർ വിഷൻ. അപ്പോൾ ദർശനമുള്ള എനിക്കും നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇറ്റ് വിൽ ബി എ ചലഞ്ചീവ് ഓർ ഇറ്റ് ക്യാൻ ബി എൻകൗണ്ടർ വിത്ത് പ്രോബ്ലംസ് എന്നുള്ളത് ഇറ്റ്സ് എ വെരി അണ്ടർലൈൻഡ് ഫാക്ട്, ഇന്നെവിറ്റബിൾ. അതൊരിക്കലും ഒഴിച്ചു നിർത്താൻ കഴിയാത്തതായ ഒരു കാര്യമാണ്. നോക്കിക്കേ, നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ആ ദൈവിക ദർശനത്തിൻ്റെ തുടക്കം നാം ഒന്ന് പരിശോധിച്ചാൽ, ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ദർ ഇസ് എ കൈൻഡ് ഓഫ് കാംനെസ്, ഒരു വലിയ ശാന്തത നെഹമ്യാവിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് നമുക്ക് തോന്നും, അല്ലേ? അത് ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അഗല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എവിടെ നെഹമ്യാവ് ഹിസ് വെരി കംഫർട്ടബിൾ, തനിക്ക് യാതൊരു പ്രതിസന്ധിയുമില്ലാതെ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ സെറ്റിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം, ഒന്നിനെക്കുറിച്ചും ബോധർ ചെയ്യേണ്ടാത്ത ഒരു സാഹചര്യം, ഒന്നും തന്നെ അലട്ടാത്ത ഒരു സാഹചര്യം. ഹി വാസ് വെരി കാം. ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ താൻ രാജാവിൻ്റെ കപ്പ് ബിയററായി, പാനപാത്രവാഹകനായി, അല്ലെങ്കിൽ വളരെ രാഷ്ട്രീയമായ അധികാരമുള്ള വ്യക്തിയായി, ഈ കപ്പ് അല്ലെ പാനപാത്രവാഹകൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജാവ് കഴിക്കുന്ന ഫുഡ് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ അത് കഴിച്ചേ പറ്റൂ. കാരണം ഈ രാജാവിന് പാനപാത്രം എന്ന കപ്പ് ബിയറർ എന്ന് പറഞ്ഞാൽ കേവലം വീഞ്ഞു കൊണ്ടുവരുന്ന ആളല്ല, ഫുഡിൻ്റെ ഫുൾ ഇൻചാർജാണ്. അപ്പോൾ രാജാവിന് ഫുഡ് കൊടുക്കാൻ ഒരുക്കിക്കൊണ്ട് വരുന്നതിന് ആദ്യം കഴിക്കേണ്ട വ്യക്തി നെഹമ്യാവ് എന്ന് പറഞ്ഞാൽ റോയൽ ഫുഡ് ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ട വ്യക്തി ആരാണ്? നെഹമ്യാവിനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്രമാത്രം സുഖമുള്ള ജോലി. പണ്ടാരാണ്ട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു മെത്ത കമ്പനിയിലെ ജോലി ഒരു പ്രധാനപ്പെട്ട അതുപോലെ ട്രോളാണോ എന്ന് എനിക്കറിയത്തില്ല, മെത്തയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെത്ത കമ്പനിയിലെ ജോലി ആ ജോലിയുടെ നേച്ചർ ഇതാണ്, ഒന്നും ചെയ്യണ്ട, ആ മെത്തയെ കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്കാണ് തൻ്റെ ജോലി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥതകൾ തനിക്ക് ആ മെത്തയുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് തൻ്റെ ജോലി. അപ്പോൾ തൻ്റെ ജോലി ഉറങ്ങുക എന്നുള്ളതാണ്. എത്ര നല്ല ജോലിയല്ലേ? പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, പുള്ളി ഒരു ബിസ്ക്കറ്റ് കമ്പനിയിലെ ജോലിക്കാരനാണ്, ബിസ്ക്കറ്റിൻ്റെ കമ്പനിയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് വളരെ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് പുതിയ ഫ്ലേവേഴ്സും പുതിയ ട്രെൻഡ്, പുതിയ നിലയിലുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ മാർക്കറ്റിൽ സജീവമായി നിൽക്കുന്ന ഫ്ലേവേഴ്സ്, ട്രെൻഡി ആയിട്ടുള്ള പാറ്റേൺസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിയണം. അപ്പോൾ ആ ബിസ്ക്കറ്റ് കമ്പനിയിൽ ഈ പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജോലി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, രാവിലെ ഇറങ്ങുക, വണ്ടി വിട്ടുകൊണ്ട് ഇറങ്ങുക, ഓരോ സൂപ്പർ മാർക്കറ്റിലും സ്റ്റോറിലൊക്കെ പോയിട്ട് അവിടെ കാണുന്ന നല്ല ബ്രാൻഡഡ് ബിസ്ക്കറ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എങ്ങനെയൊക്കെ ആ ബിസ്ക്കറ്റ് എൻ്റെ ഫുൾ എസൻസ് എന്താണെന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നൊരു ജോലിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ നടന്നാൽ മതി, അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ജോലി കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് നെഹമ്യാവിനും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ജോലിയിൽ ഇരിക്കുകയാണ്. രാജാവിൻ്റെ പാനപാത്രവാഹകനായി രാജാവിന് കൊടുക്കുന്ന ഫുഡ് എടുത്ത് കഴിച്ചിട്ട് നല്ലതാണോ കൊള്ളത്തില്ലയോ എന്നുള്ള രാജാവിനോട് പറയുക, നല്ലതാണെങ്കിൽ രാജാവിന് ഓക്കെ പറയുക, രാജാവ് എടുത്ത് കഴിക്കും. പിന്നെ അത്യാവശ്യം നല്ല രാജകീയ പദവിയും ഒരു അധികാരവുമൊക്കെ തനിക്കുണ്ട്, കാരണം രാജാവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ്. ഹി ക്യാൻ ബി യൂസ്ഡ് ആസ് എ പേഴ്സൺ ഹു ക്യാൻ കണക്ട് വിത്ത് ദ കിങ്. അപ്പോൾ വളരെ രാഷ്ട്രീയ അധികാരമുള്ള വ്യക്തി, അപ്പോൾ തന്നെ രാജാവുമായി ഏറ്റവും അടുത്ത വ്യക്തി. ഹി വാസ് എ ട്രസ്റ്റഡ് മാൻ. ഈ പാനപാത്രവാഹൻ എന്നൊക്കെ പറഞ്ഞ ആള് രാജാവ് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ആളെ അതിനകത്തുള്ളൂ. നമ്മൾ ഈ ബോഡി ഗാർഡ് എന്നൊക്കെ പറഞ്ഞല്ലോ, ബോഡി ഗാർഡ് തിരിച്ച് വെടിവെച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഏറ്റവും വിശ്വസ്തരായ ആൾക്കാരെ അതിനൊക്കെ നിയോഗിക്കത്തുള്ളൂ. അപ്പോൾ
ഈ രാജാവ് കഴിക്കുന്ന ആഹാരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ രാജാവ് വളരെ വിശ്വസ്തരായ ആൾക്കാരെ അതിനകത്തുള്ളൂ. അതിനകത്ത് വിഷം കലർത്തി കൊടുക്കുകയോ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെ ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തത്തേയില്ല. സോ ഹി വാസ് ഗോയിങ് ഇൻ എ വെരി കാം ആൻഡ് കംഫർട്ടബിൾ സിറ്റുവേഷൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ഒരു വലിയ പ്രതിസന്ധി നെഹമ്യാവിൻ്റെ മുന്നിലേക്ക് വന്നു വീഴുകയാണ്. രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചാട്ട്, എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അടുത്തത്, അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലിൽ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എവിടാ? ശൂഷൻ രാജധാനിയുടെ മതിലല്ല, ശൂഷൻ രാജധാനിയുടെ കൊട്ടാരത്തിന്റെ സംവിധാനത്തിലല്ല, യെരൂശലേമിന്റെ മതിലിടിഞ്ഞും അവിടെ ജനമഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിലിടിഞ്ഞു കിടക്കുന്നു, വാതിലിൽ തീ വെച്ച് നശിപ്പിച്ച് കിടക്കുന്നു എന്നുള്ള വിവരം സഹോദരന്മാരിൽ നിന്ന് നെഹമ്യാവിന് ഉണ്ടാകുന്നു. അപ്പോൾ യെരൂശലേമിനെ കുറിച്ചൊരു സന്ദേശമാണ് നെഹമ്യാവിന് കിട്ടുന്നത്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയെക്കുറിച്ചുമുള്ള ഒരു സന്ദേശമാണ് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് ദർശനമുള്ളവന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അനാത്മീയതയും പ്രൈസ് ദി ലോർഡ് അതുപോലെ തന്നെ ദുരാചാരങ്ങളും ദൈവ വഴി വിട്ടു പോകുന്ന ആളുകളുടെ എണ്ണം പെരുകുമ്പോഴും പ്രൈസ് ദി ലോർഡ്, അയ്യോ ഈ കാലഘട്ടത്തിലെ ആത്മീയ തലം ഇങ്ങനെ നശിച്ചു പോകുന്നല്ലോ എന്ന് ഓർത്ത് വിലപിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, ഒരു അനുഭവം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ ദർശകൻ, എ മാൻ വിത്ത് വിഷൻ എന്ന് നമുക്ക് വിളിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ കുറ്റം പറയാൻ നമ്മൾ മുന്നിൽ വരും. we may be more comfortable to criticize or നമ്മൾ എന്തെങ്കിലും കുറ്റം പറയാൻ, കുറ്റം വിധിക്കാൻ നമുക്ക് മുൻപന്തിൽ വരാം. എന്നാൽ ഈ ഒരു പ്രതിസന്ധി കാണുമ്പോൾ എൻ്റെ ജനം കഷ്ടം അനുഭവിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ നിലവാരങ്ങൾ താഴെ പോകുന്നു എന്ന് കണ്ടിട്ട് കരയുന്ന ഒരു നെഹമ്യാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇന്നത്തെ ആനുകാലിക കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ആത്മീയ വെല്ലുവിളികളുടെ മുന്നിൽ, ആത്മീയ മൂല്യച്യുതികളുടെ മുന്നിൽ, നമ്മൾ കാണുന്നതായ പ്രശ്നങ്ങളുടെ മുന്നിൽ അയ്യോ എന്ന് പറഞ്ഞ് കരയത്തക്ക നിലയിലുള്ള ആത്മഭാരമുള്ളവനെയാണ് ദർശനമുള്ളവനെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയുടെയും ആത്മീയഗോളത്തിൻ്റെയും തകർച്ച കാണുമ്പോൾ അതിൽ വിലപിക്കുവാനും, ദൈവമേ ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കരകയറ്റണമേ എന്നുള്ള ഹൃദയത്തിൻ്റെ വേദന നിറഞ്ഞ ഒരു പ്രാർത്ഥന ഉള്ളവനെയാണ് പ്രൈസ് ദി ലോർഡ് ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പക്ഷേ ഒരാളുടെ പരാജയം കണ്ടിട്ട് അവൻ പരാജയപ്പെട്ടു പോയെന്ന് അവനെ ചൂണ്ടി വിമർശിക്കാനായിട്ട് നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരാൾ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ പിന്മാറിപ്പോയി, കണ്ടില്ലേ അവൻ്റെ വീഴ്ച എന്ന് പറയാൻ നമുക്ക് കഴിയും. എന്നാൽ അവൻ വീണുപോയത് എൻ്റെയും കൂടെ തെറ്റാണ്, അവൻ വീണുപോയത് എൻ്റെയും കൂടെ പരാജയമാണെന്ന് പറഞ്ഞ് വിലപിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ എൻ്റെ നിരുത്തരവാദിത്തമാണ് ഒരുവൻ പിന്മാറിപ്പോയത്, ഒരുവൻ പിന്മാറി തിരിഞ്ഞു പോയത്, ഒരുവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, ഒരുവൻ സഭ വിട്ടുപോയത് എന്നൊക്കെ എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ വീഴ്ചയാണെന്ന് മനസ്സിലാക്കി, അതിനെ മനസ്സിലാക്കി കരഞ്ഞ് വിലപിച്ച് യഥാസ്ഥാനപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് വാസ്തവത്തിൽ ദർശനമുള്ളവനെന്ന് നെഹമ്യാവിന്റെ ജീവിതാവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഹീസ് എ കമ്പാഷനേറ്റ് മാൻ ലുക്കിംഗ് ഓൺ ദ ഫോൾ ഓഫ് ജെറുസലേം. നോക്കിക്കേ, അങ്ങനെയുള്ളവന്റെ ഹൃദയത്തിൽ ദൈവം പരിവർത്തിക്കും. ദൈവത്തിന് വേറെ ആരെയും എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ചൂസ് ചെയ്തില്ല.
ദൈവം ഒരു ദർശനമുള്ളവനെ എന്ത് ചെയ്യുന്നു? ഗോഡ് വാസ് വർക്കിംഗ് ഇൻ ഹിസ് ഹാർട്ട്. അവൻ്റെ ജീവിതത്തിൽ ഈ ചുറ്റുപാടുകൾക്കുണ്ടായ വിഷയങ്ങളെല്ലാം തൻ്റെ ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ തൻ്റെ ഉള്ളം ഒന്ന് പതറാനായിട്ട് തുടങ്ങി. തനിക്ക് ആ വേദന തിരിച്ചറിയാൻ തുടങ്ങി, തനിക്ക് ആ കഷ്ടത തിരിച്ചറിയാനായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഈ രാത്രികാലവും വളരെ ശക്തമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടും ആളുകൾ തകർച്ചയിലേക്ക് പോകുമ്പോൾ, ആത്മീയ മണ്ഡലത്തിൽ നിന്ന് താഴെ വീഴുമ്പോൾ, നമ്മുടെ ഹൃദയം ഒന്ന് അനങ്ങുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം അതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം വി ആർ എ പേഴ്സൺ വിത്ത് വിഷൻ. അപ്പോൾ ഈ കേട്ട വർത്തമാനം, ഈ സഹോദരന്മാരിൽ നിന്ന് കേട്ട വർത്തമാനം, ഇറ്റ് വാസ് എ മിഷൻ കോൾ. അതൊരു ദൗത്യത്തിനായിട്ടുള്ള ഒരു വിളിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടും ആളുകൾ ആത്മീയമായി വീഴുമ്പോൾ, ആത്മീയമായി തകരുമ്പോൾ, നമ്മൾ അടങ്കം അല്ലെങ്കിൽ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് അട്ടടങ്കം നമ്മൾ പറയും എല്ലാം തെറ്റി, എല്ലാം ഇന്നത്തെ ആത്മീയ കോളം എല്ലാം നശിച്ചു പോയി, എല്ലാം വീണുപോയി എല്ലാം മറ്റേ പല വഴികളിലൂടെ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിടാൻ നമുക്ക് എളുപ്പമാണെങ്കിലും, വെദർ can be able to see that as a vocation, that as a mission, that as a calling. നമ്മുടെ മുന്നിലും ആളുകൾ പരാജയപ്പെടുമ്പോൾ അതൊരു കോളിംഗ് ആയിട്ട് കാണാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അടുത്തിടയിൽ അമേരിക്കയിൽ മരിച്ചുപോയ ഒരു യങ് ജനറേഷനെ പുള്ള് ചെയ്ത ഒരു വ്യക്തിയുണ്ട്, ചാർലി ക്ലിക്ക് എന്ന് പറഞ്ഞ, നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അമേരിക്കയിൽ അനേക ചെറുപ്പക്കാരെ ഒത്തിരി അട്രാക്ട് ചെയ്ത് അവരെ ഒത്തിരി ആകർഷിച്ച ഒരു വ്യക്തിയാണ് ചാർലി ക്രിക്ക്. അദ്ദേഹം അനവധി ദുഷ്ടാചാരങ്ങൾക്കും ധാർമ്മികമായ പല തെറ്റുകൾക്കും വളരെ ശക്തമായി ചോദ്യം ചെയ്യുകയും അബോർഷൻ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ വളരെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്ത ആത്മീയ വിഷയങ്ങൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രതിരോധിച്ച് നിന്ന് ചെറുപ്പക്കാരോട് വാദിക്കുന്ന അനവധി വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചുറ്റുപാടും നടക്കുന്ന പ്രതിസന്ധികൾ, ചുറ്റുപാടും കാണുന്ന വിഷയങ്ങൾ, ദാറ്റ് ബിക്കംസ് എ കോളിംഗ്. അതൊരു ദൈവിക വിളിയായി, നിയോഗമായി തിരിച്ചറിയണം ആര്? ദർശനമുള്ളവൻ. ദർശനമുള്ളവൻ ഒരിക്കലും ചുറ്റുപാടും കാണുന്ന പ്രതിസന്ധിയെ കണ്ടിട്ട്, ചുറ്റുപാടും കാണുന്ന പരാജയങ്ങളും വീഴ്ചകളെയും കണ്ടിട്ട് മറ്റുള്ളവരോടൊപ്പം മാറി നിന്ന് അതിനെ വിമർശിച്ച് അതിനു വേണ്ടി അതേലും അങ്ങനെ പറ്റത്തുള്ളൂ, അല്ലേലും അങ്ങനെ ആയിത്തീരുമെന്ന് പറയുകയല്ല ചെയ്തത്. ദർശനമുള്ളവൻ വീഴ്ചകളെ കണ്ടിട്ട് അതൊരു ദൈവ നിയോഗമാണെന്ന് തിരിച്ചറിഞ്ഞ്, ഒരു ദൈവ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞ്, ഒരു ദൈവികമായ പദ്ധതിക്കായി തൻ്റെ ജീവിതത്തെ ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദർശനമുള്ളവൻ ചുറ്റുപാടുമുള്ളവൻ്റെ പ്രശ്നം കണ്ടാൽ അവൻ്റെ കൂടിളകും. When God stirs up your nest, that is his call for you to be involved. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാതെ, പ്രൈസ് ദി ലോർഡ്, ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ, പ്രതിസന്ധികൾ കാണുമ്പോൾ, നിരാശകളിൽ ആളുകൾ അകപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇരിപ്പുറയ്ക്കാതെ ആ വിഷയത്തിൽ എനിക്ക് കഴിയുന്ന നിലയിൽ എനിക്ക് പ്രവർത്തിക്കണമെന്ന് തോന്നുന്നത് ദർശനമുള്ളവൻ്റെ ഒരു ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിന് അനവധി തെളിവുകൾ അതിനെനിക്ക് നിങ്ങളോട് നിരത്താനായിട്ട് കഴിയും. യെശയ്യാവ് 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വിളിയും നിയോഗം ലഭിച്ചപ്പോൾ യെശയ്യാവ് പറയാണ്, അടിയനെ അയക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും നാളും പോയതൊന്നും, പ്രൈസ് ദി ലോർഡ്, അതൊരു ഫോർമാലിറ്റി മാത്രമായിരുന്നു കേട്ടോ. യെശയ്യാവിൻ്റെ ജീവിതം ഇത്രയും നാളും പ്രവചിച്ചതെല്ലാം അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു ഒഫീഷ്യാലിറ്റി ആയിരുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ ദർശനം പ്രാപിച്ചപ്പോൾ സിംഹാസനത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഇരിക്കുന്നത്, ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ ദർശനം യെശയ്യാവിന് പ്രാപിച്ചപ്പോൾ യെശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ, പ്രൈസ് ദി ലോർഡ്, അരിഷ്ട മനുഷ്യൻ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു യെശയ്യാവിനെ നമ്മൾ കാണുന്നു. അവിടെ യെശയ്യാവ് വിളിച്ചു പറയുന്ന അടിയനെ അയക്കണമെന്ന്. അപ്പോൾ യെശയ്യാവിന് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും നാൾ ഞാൻ പോയതെല്ലാം, ഇത്രയും നാൾ ശുശ്രൂഷിച്ചതെല്ലാം, ഇത്രയും നാൾ പ്രവചിച്ചതെല്ലാം, ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോഗ്രാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന് പ്രോഗ്രാം ധാരാളം ഉണ്ടായിരുന്നു. 5-ാമത്തെ അധ്യായം വരെ He was a royal priest.
ഈ റോയൽ പ്രോഫറ്റ്, രാജാവിൻ്റെ അടുക്കൽ നിന്ന് രാജാവിനോട് പ്രവചനവും ഉപദേശവും പറയുന്ന റോയൽ പേഴ്സൺ. വെൻ ഉസിയാവ് മരിച്ചപ്പോൾ മനസ്സിലായി ദർ ഈസ് സംതിങ് ദാറ്റ് ഡിസ്റ്റർബ്സ്. അവിടെയാണ് അവന് ദർശനമുണ്ടായത്. ഹല്ലേലൂയ. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന് തിരിച്ചറിഞ്ഞിട്ട് അടിയനെ അയക്കണം എന്ന് പറഞ്ഞു. യോനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ യോനയും തൻ്റെ മിനിസ്ട്രിയുടെ കംഫോർട്ട് നോക്കിയാണ് പോയത്. എന്നാൽ ഹല്ലേലൂയ ഒരു നിനവെ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഒരു മടങ്ങി വരവ് തനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന ഏറ്റവും റോയലായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന മോശ തൻ്റെ ജനം കഷ്ടത അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ഒരു വടിയുമായിട്ട് മിദ്യാനിലേക്ക് ഓടിപ്പോയവനാണ് മോശ. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരത്തിലെ സകല സുഖ സൗകര്യങ്ങളിലും കഴിഞ്ഞവൻ. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞാൽ 100 പടയാളികൾ ഒന്നിച്ച് ഹല്ലേലൂയ അറ്റൻഷനായിട്ട് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന അധികാരമുള്ള പവറുള്ള മോശ ഹല്ലേലൂയ കേവലം മിണ്ടാപ്രാണികളായിരിക്കുന്ന ആടുമാടുകളെ മേയിക്കേണ്ടി വരുന്നതായ തലത്തിലേക്ക് താൻ മാറ്റപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മേൽ ഒരു വിളി ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദർശനമുള്ളവൻ തൻ്റെ മുന്നിലെ പ്രൈസ് ദി ലോർഡ് കാംനെസ്സിൽ ഒതുങ്ങിയിരിക്കത്തില്ല. ദർശനമുള്ളവൻ തൻ്റെ മുൻപിലെ കംഫോർട്ടിൽ ഇരിക്കത്തില്ല. അവൻ എപ്പോഴും അതിനകത്തു നിന്ന് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹി വിൽ ബി കമ്പാഷനേറ്റ് ടു ദി കൺസേൺസ് ഓഫ് ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് വളരെ ആർദ്രതയുള്ളവനായിരിക്കും ആര്? ദർശനമുള്ളവൻ. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ക്യാൻ see from the life of Nehemiah, he was, or a people like Nehemiah filled with mission would definitely face or encounter problems, challenges. വിഷയം ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ് ദർശനമുള്ളവൻ. ദർശനമില്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും പൊത്തുവരുത്തത്തിൽ ഇങ്ങനെ പോകാം, നോ പ്രോബ്ലം, ഇങ്ങനെ അങ്ങ് പൊക്കോളൂ. പക്ഷേ ദർശനമുള്ളവൻ ചലഞ്ചസിനെ ഏറ്റെടുക്കും. ദർശനമുള്ളവൻ പ്രതിസന്ധിയുടെ മുന്നിൽ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകും. രണ്ടാമത്തെ കാര്യം, പകൽക്കാലം പറഞ്ഞ ഒരു വാക്കുകളോട് ചേർന്ന് തന്നെ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്. എ പേഴ്സൺ വിത്ത് വിഷൻ, എ പീപ്പിൾ വിത്ത് വിഷൻ എക്സസൈസ് പ്രയർ, പ്രാർത്ഥന കഴിക്കും. നെഹമ്യാവ് he had a political authority, he had a political upper hand, എല്ലാം തനിക്കുണ്ടായിരുന്നു. പക്ഷെ എവിടെയൊന്നും നെഹമ്യാവ് ആ പൊളിറ്റിക്കൽ ഒരു കഴിവിനെ ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് 4, 5, 6, 7 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ നെഹമ്യാവ് പ്രാർത്ഥനയ്ക്കായി ഈ വർത്തമാനം കേട്ടപ്പോൾ 4-ാമത്തെ വാക്യം, താൻ കരഞ്ഞു കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, പ്രൈസ് ദി ലോർഡ്, രാജാവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരിക്കുന്ന ആൾ, he could have recommended to the king. എന്നാൽ ദർശനമുള്ള രാജാവിൻ്റെ മുമ്പിലല്ല പോകുന്നത്, ദർശനമുള്ളവൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് പോകുന്നത്. ദർശനമുള്ളവൻ മനുഷ്യൻ്റെ മുമ്പിലല്ല നിൽക്കുന്നത്, ദർശനമുള്ളവൻ ദൈവത്തിനടുത്ത് ബോധിപ്പിക്കും. സോ എ പേഴ്സൺ വിത്ത് വിഷൻ, എ പീപ്പിൾ വിത്ത് വിഷൻ എക്സസൈസസ് പ്രയർ, പ്രാർത്ഥന ചെയ്യും. പ്രാർത്ഥനയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഈ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ. ആ പ്രാർത്ഥന നോക്കിക്കേ, ചാടിക്കേറി തൻ്റെ വിഷയം പറയുകയല്ല ചെയ്യുന്നത്. ഹി വാസ് പ്രൈസിങ് ഗോഡ്, ദൈവത്തെ അങ്ങ് ആരാധിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി കൈൻഡ് ഓഫ് റിക്വസ്റ്റ്, ആപ്ലിക്കേഷൻ, പെറ്റീഷൻ മാത്രമല്ല. പ്രേയേഴ്സ് ഇൻവോൾവ്സ് പ്രൈസിങ്. കഴിഞ്ഞ ഞായറാഴ്ചകളിൽ ഞാൻ ഒരു പരമ്പരയായിട്ട് തന്നെ അത് സംസാരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? തൻ്റെ പ്രാർത്ഥന ഒരു ആരാധനയായിരുന്നു. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഇറ്റ്സ് ലൈക്ക് എ ആപ്ലിക്കേഷൻ, ഇറ്റ് ലൈക്ക് എ ഫോം. അത് വേണം, പെറ്റീഷൻസ് ഉണ്ടാകണം, നമ്മൾ ചോദിക്കണം കാര്യങ്ങൾ. അല്ലാതെ ദൈവം നിനക്കെല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞ് നിർത്തുന്ന പ്രാർത്ഥനയല്ല. ദൈവത്തോട് സ്പെസിഫിക്കലി പ്രാർത്ഥിക്കണം.
ദൈവത്തോട് കൃത്യമായി തന്നെ പറയണം. ദൈവത്തിന് അറിയാം, അതൊക്കെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം, അത് ഒരു ഭാഗത്ത് ശരിയാണ്. പക്ഷെങ്കിൽ ഗോഡ് വാണ്ട് ടു നോ വാട്ട് യു റിയലി ഡിസയർ. അതല്ലേ കുളക്കരയിൽ കിടക്കുന്ന രോഗിയോട് യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എടാ, അതിനു വേണ്ടിയല്ലേ 38 വർഷമായിട്ട് ഈ കുളക്കരയിൽ കിടക്കുന്നത്. പിന്നെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. കുളക്കരയിൽ കിടക്കുന്ന എല്ലാവരും വ്യാധി പിടിച്ചവരാണ്. അവരുടെ എല്ലാ ആഗ്രഹം എന്താണ്? അവരുടെ എല്ലാം ആഗ്രഹം സൗഖ്യമാകണം. അങ്ങനെയാണെങ്കിൽ പിന്നെ യേശു ചെന്നിട്ട് എന്തിനാ അവനോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്? ബസ് ഇത്രയേ ഉള്ളൂ. യേശുവിന് അറിയണം വെദർ ഹി ഈസ് വെരി സ്പെസിഫിക് ഇൻ ഹിസ് ഇൻട്രസ്റ്റ്, സ്പെസിഫിക് ഇൻ ഹിസ് റിക്വസ്റ്റ്, ഓർ ഹി ഈസ് ഹാവിങ് എ റൈറ്റ് ഇൻറ്റൻഷൻ. അതറിയാനായി അവനോട് ചോദിച്ചു. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം സ്പെസിഫിസിറ്റി ആവശ്യമാണ്. ദാറ്റ് ഇസ് ഫാക്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ആരാധനയുണ്ട്. ഹി ഈസ് ജസ്റ്റ് പ്രൈസിങ് ഗോഡ്. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ഹി ഈസ് പ്രൈസിങ് ഗോഡ്. നെഹമ്യാവിന് അടുത്തൊരു കാര്യം തനിക്ക് തൻ്റെ പ്രാർത്ഥനയിൽ കണ്ടത് 6-ാമത്തെ വാക്യത്തിൽ ആദ്യം, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും. സോ പ്രെയർ ഈസ് എ പെർസീവിയറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴേലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടേക്കാണെന്ന് പറയുന്നതല്ല, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, പ്രാർത്ഥിച്ചിട്ടേക്കാം എന്നതല്ല, രാവും പകലും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്. സോ പ്രെയർ ഈസ് എ പെർസീവറൻസ് ആക്ട്, അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥതയോടെ നിരന്തരമായി ചെയ്യേണ്ട ഒന്നാണ് പ്രാർത്ഥന. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാകാനായി ഒരിക്കൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. പല പ്രാർത്ഥനകളിലും ആ പ്രാർത്ഥനയുടെ ഗൗരവം വിടാതെ നമ്മൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ഹല്ലേലൂയ. യേശു കുളക്കരയിൽ കിടന്ന രോഗിയോടും ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ്. 1-ാമത്തെ വർഷം വന്ന, അല്ലെങ്കിൽ ആദ്യ ദിവസം വന്നപ്പോൾ നിനക്ക് പ്രാപിച്ചേ മടങ്ങും, ഇന്ന് ഞാൻ വിടുതലും കൊണ്ടേ പോകത്തുള്ളൂ എന്നൊക്കെ ആയിരിക്കാം പുള്ളി പറഞ്ഞത്. നമ്മുടെയൊക്കെ ഇന്നത്തെ കൺവെൻഷനിലും ക്രൂസൈഡിലും കാണുന്നത്, ഇന്ന് ഞങ്ങൾക്ക് ദൈവം ഒരു വിടുതൽ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പവറിലാണ് കാര്യങ്ങൾ വന്ന് പറഞ്ഞു തുടങ്ങിയത്. 1-ാമത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം, ആഴ്ച കഴിഞ്ഞു, മാസം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ രോഗത്തിന് മാറ്റവും വന്നിട്ടില്ല. 38 വർഷമായി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. 38 വർഷം കഴിഞ്ഞപ്പോഴും പ്രാർത്ഥന പിന്നെ ദൈവം നിനക്ക് മനസ്സുണ്ട് തന്നേരെന്ന് പറഞ്ഞ രീതി ആയോ? അതോ നിനക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിലും സാരമില്ല, വിടുതൽ കിട്ടിയിട്ട് പോകുന്നവരുടെ ഉടുപ്പും ഭക്ഷണവും പൊതിപാത്രവും എല്ലാം ഇവിടെ കിടപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഇനി ഉപയോഗിച്ച് ഇവിടെ ശിഷ്ടായിസ് ഇവിടെ കൂടാം. ഇനി എങ്ങാനും സൗഖ്യം പ്രാപിച്ച് പോയാൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി ജീവിക്കണം. സൗഖ്യമായില്ലെങ്കിൽ ഇവിടെ തന്നെ ആൾക്കാർ തരുന്ന ഭിക്ഷയൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിഞ്ഞു കൂടാം എന്നതുപോലെ തൻ്റെ ജീവിതം ഇനി ഒരു സൗഖ്യം പ്രാപിക്കാനുള്ള മാനസിക അവസ്ഥകളൊക്കെ മാറിയോ എന്നറിയാനായിട്ടാണ് യേശു ആ ചോദ്യം അവിടെ ചോദിച്ചത്. നമ്മളോടും ഈ രാത്രിക്കാലവും പ്രൈസ് ദി ലോർഡ് കർത്താവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിച്ച് മടുത്ത് ഇനിയും പ്രാർത്ഥിച്ചിട്ട് കിട്ടത്തില്ല എന്നൊരു നിലയിലേക്ക് എത്തിയോ എന്നറിയാനായി കർത്താവാകും. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നെഹമ്യാവ് രാവും പകലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സോ പ്രാർത്ഥനയിൽ എന്തുണ്ട്? എ പെർസീവറൻസ്, ഒരു തീഷ്ണമായ ഒരു താല്പര്യം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ 6-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യും. പ്രാർത്ഥിക്കുന്ന വ്യക്തി, ഹി നീഡ് ടു ഹാവ് എ പെനിറ്റൻസ് ഓർ എ കൈൻഡ് ഓഫ് എ ദൈവത്തോട് കുറവുകൾ ഏറ്റുപറയാനുള്ള ഒരു പ്രാപ്തി കൊണ്ടുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനത ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. ഞാൻ പലരോടും അത് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുമ്പാകെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, എങ്കിലേ ദൈവം നമ്മുടെ പ്രാർത്ഥന ആ 4 ചുവരിൻ്റെ മുകളിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ വെറും ശബ്ദമായി, സൗണ്ട് എനർജി ആയിട്ട് ഇത് നമ്മുടെ മുറിക്കകത്ത് കിടക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതല്ല, ഈ പ്രാർത്ഥന സ്വർഗത്തിലെത്തണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകൾ, ഇവിടെ നോക്കിയ നെഹമ്യാവ് പറയാണ്, ഞങ്ങളുടെ കുറ്റങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു.
അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിൻ്റെ ചെവി ശ്രദ്ധിച്ച് നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പ്രതിഭവനവും പാപം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി അരുതാത്ത തെറ്റുകൾ, പാപങ്ങൾ ഇരിക്കുമ്പോൾ ദൈവം ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരണമെന്നില്ല. കൃപാലുവായ ദൈവം പലപ്പോഴും കണക്കിടാതെ, ദോഷങ്ങളെ കണക്കിടാതെ വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ ആസ് പെർ ദ നോം, ആസ് പെർ ദ റൂൾ, ദൈവം പാപത്തെ മറച്ചു വെച്ചിട്ട്, ഒരിക്കലും പാപത്തെ ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് ഒരു പാപക്ഷമയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി തൻ്റെ കുറ്റവും ഏറ്റു പറയുന്നു. Praise the Lord. Or a praying man, he praises God. A praying man, he had a perseverance, and a praying man has a kind of a penitence that he may ask forgiveness before God. മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തി അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നിട്ട് താഴോട്ട് വായിക്കും, എന്നാൽ നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസന്മാരെ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾ ഈസ് ക്ലെയിമിങ് ഓൺ ദ പ്രോമിസ്. പ്രാർത്ഥിക്കുന്ന ആള് involved, or the prayer involves the promises given by God. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. ദൈവം എന്നോടും നിന്നോടും ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയല്ല ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളത് ഓർക്കുന്നുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഹല്ലേലൂയ നമ്മുടെ കൂടെയാണ്. ദൈവം ഒരിക്കലും പ്രോമിസ് ചെയ്തിട്ട് മറന്നു പോകുന്ന ദൈവമല്ല. ദൈവത്തിന് മോശയുടെ കാര്യമൊന്നും നെഹമ്യാവ് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ I am just relying on the promises that you have given to Moses. മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കൊടുത്ത വാഗ്ദത്തത്തിന്മേൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന വ്യക്തിയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കർത്താവേ, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വചനം ഉദ്ധരിക്കുന്നത്. കാരണം വചനത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രോമിസ് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആ പ്രോമിസ് ദൈവത്തിന് റിമൈൻഡറായിട്ട് നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുകയല്ല, മറിച്ച് we are affirming that I know that you have promised this thing for me. ഇത് എനിക്ക് വേണ്ടി നീ പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ കൺഫേം ചെയ്ത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അഫേം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി നോക്കിക്കേ, മോശ മുഖാന്തരം ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തതായ വാഗ്ദത്തത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ, മുറുകെ പിടിക്കുന്നുണ്ട്. ഹി ഈസ് ക്ലെയിമിംഗ് ഓൺ ദ പ്രോമിസസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ. സോ പ്രാർത്ഥന, പ്രേയർ ഇൻവോൾവ്സ് പ്രോമിസ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അടുത്തൊരു കാര്യം 11-ാമത്തെ വാക്യം വായി. കർത്താവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളവനായിരിക്കണമേ. ഹിയർ എ പ്രേയിങ് പേഴ്സൺ ഈസ് ഇൻകോർപ്പറേറ്റിംഗ് എ പാർട്ട്ണർഷിപ്പ് ഓഫ് പ്രേയർ, ഓർ എൽസ് there is a corporate form of prayer. Praise the Lord. ഇന്ന് പലപ്പോഴും നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും മറ്റൊരാളോട് പറയാൻ നമുക്ക് മടിയാണ്. കാരണം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും നിലയിലായിരിക്കും അതിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ. പലപ്പോഴും നമുക്കിപ്പോൾ പ്രാർത്ഥന പങ്കുവെക്കുന്നത് തന്നെ പ്രൈസ് ദി ലോർഡ് നമുക്കിഷ്ടമല്ല. എൻ്റെ വിഷയം മറ്റൊരാൾ അറിയുക എന്നുള്ള താല്പര്യമാണ്. നോക്കിക്കേ, നെഹമ്യാവ് എന്താ ചെയ്യുന്നത്? ഞങ്ങൾ നിന്റെ ദാസന്മാരുടെ, വി ആർ പ്രേയിങ് ടുഗെദർ. പ്രേയർ ഇൻവോൾവ്സ് എ പാർട്ട്ണർഷിപ്പ്. അത് ഒരാൾ ഒറ്റയ്ക്ക് ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചെല്ലാം എടുക്കാമെന്നുള്ളതല്ല, മറിച്ച് പ്രാർത്ഥനാ സഹകാരികൾ ഉണ്ടാകുന്നത് ഒരു ദർശകന്റെ ദർശനമാണ്. പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്ക് പിടിച്ചടക്കാൻ വേണ്ടിയുള്ളതല്ല, പ്രാർത്ഥിക്കുന്നത് കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയാണ്, ഐക്യതയോടെയുള്ള പ്രാർത്ഥനയാണ്. ഈ രാത്രികാലം നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിറ്റ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് ലെറ്റ് us have a corporate spirit of involving one another in our prayer as prayer partners. Hallelujah. പ്രാർത്ഥനാ സഹകാരികളായി അനേകരെ നമ്മുടെ പ്രാർത്ഥനയുടെ ചങ്ങലയ്ക്കകത്ത് കൊണ്ടുവരാനിടയാകട്ടെ. അത് ദർശനമുള്ളവൻ്റെ ലക്ഷണമാണ്. The
the one who is having vision, definitely he will pray. And how he pray എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. He prays with praises, he prays with perseverance, he prays with penitence, he prays with partnership, and he prays of course with promise. ദൈവം തന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദർശനമുള്ളവൻ പ്രാർത്ഥിക്കാൻ. So first thing, the person with vision will encounter problems and challenge. Secondly, a person with vision exercises prayers or pray. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, a people of vision or a person with vision embraces providences. ദൈവത്തിൻ്റെ കരുതലുകളെ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. 11-ാമത്തെ വാക്യം അതാണ് പറഞ്ഞു നിർത്തുന്നത്. അവിടെ അതിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹനായിരിക്കുന്നു. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച ഈ മനുഷ്യൻ്റെ മുമ്പാകെ. Praise the Lord. So, people with vision will embrace the providences of God. ദൈവത്തിൻ്റെ കരുതലുകളെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മെ ചില നിയോഗം ഏൽപ്പിക്കുന്നത്, എ പൊസിഷൻ ദാറ്റ് യു ആർ ബീൻ എൻറോൾഡ് ഈസ് നോട്ട് ആക്സിഡൻറ്റ്. ഞാനൊരു പാസ്റ്ററായിട്ട് ദൈവം എന്നെ നിയോഗിച്ചത് വേറെ വകുപ്പ് എനിക്ക് വേണ്ടി ഇല്ലാഞ്ഞതുകൊണ്ടല്ല. ദാറ്റ് ഈസ് നോട്ട് ആക്സിഡൻ്റൽ, ഇറ്റ് ഈസ് ഗോഡ്സ് പ്രൊവിഡൻസ്. നമ്മെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി വിവിധ നിലകളിൽ നമ്മെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ജനറൽ ബോഡി തിരഞ്ഞെടുത്തതല്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് യു ഹാവ് സം കൈൻഡ് ഓഫ് സ്പെഷ്യാലിറ്റി. നോ, ഇറ്റ് ഈസ് ബിക്കോസ് God has given you a position. Praise the Lord. It's not by accident, but it is for a purpose. ദൈവം നമ്മെ അതാത് സ്ഥാനങ്ങളിൽ നിലനിർത്തും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, നെഹമ്യാവിനെ ദൈവം നിലനിർത്തിയത്, the position given to Nehemiah is not accidental, but it was ഒരു പാനപാത്രവാഹകനായി. It was not a coincidence. It was not an accidental post. പാനപാത്രവാഹകനായിരിക്കാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ദൈവത്തിൻ്റെ ചില നിയോഗങ്ങൾ പ്രാപിക്കണം. ദൈവം ഒരു വിടുതൽ ഒരുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആക്സിഡൻ്റൽ. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗ്യപരീക്ഷണമല്ല, അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ ജനത്തിന് വിടുതൽ ഉണ്ടാകാൻ ദൈവം ഒരു ഭാഗ്യം, ഒരു ലക്ക് കൊടുത്തു എന്നല്ല. ലക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് God has provided some resources. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുന്നത് ഒരു കറക്കിക്കുത്തി നമുക്കുണ്ടായ സംഗതിയല്ല. അവിടെ ദൈവത്തിൻ്റെ ചില പ്രോസ്പെരിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ടതും ഇറ്റ്സ് നോട്ട് ആക്സിഡൻ്റൽ. ഈ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയാനും അവിടെ നിന്ന് ദൈവിക വിടുതൽ ഒരുക്കി കൊടുക്കുവാനൊക്കെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിൻ്റെ മനസ്സിനെ പോലും മാറ്റാൻ കഴിയുന്ന ആ ഒരു ദൈവശക്തി, ഇറ്റ് ഈസ് നോട്ട് ആക്സിഡൻ്റൽ. ദൈവം പ്രവർത്തിച്ചതാണ്. അപ്പോൾ എ മാൻ വിത്ത് വിഷൻ embraces God's providence, the position that he has been enrolled, the kind of prosperity that God has given to him. It is not accidental. The kind of power that God is exercising in his people, it's not accidental. അതൊന്നും ആക്സിഡൻ്റ് അല്ല. We have to embrace that providence. ദൈവത്തിൻ്റെ ശക്തി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നു ദൈവശക്തി എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവശക്തി എൻ്റെ ജീവിതത്തിൽ വ്യാപരിക്കും, ആ ദൈവശക്തി എനിക്കുള്ളതാണ്. The power is for me. Praise the Lord. The prosperity is for me. Praise the Lord. The position that I am being enrolled, it's for a purpose. അത് തിരിച്ചറിയാൻ കഴിയുന്നവർ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. God is looking for a people of vision. ദൈവം ദർശനമുള്ളവനെ നോക്കുകയാണ്. വാണ്ടഡ് എന്നുള്ള ലിസ്റ്റിൽ, വാണ്ടഡ് എന്ന് പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ പരസ്യം കാണുന്നത് പോലെ
അർജന്റ്ലി റിക്വയർഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ പീപ്പിൾ വിത്ത് വിഷൻ. ഈ കാലഘട്ടത്തിൽ ദർശനമുള്ള ഒരു കൂട്ടം ആളുകളെ ദൈവം നോക്കുകയാണ്. ഗോഡ് ഡെസ്പറേറ്റ്ലി നീഡ് സം പീപ്പിൾ വിത്ത് വിഷൻ. പ്രൈസ് ദി ലോർഡ്. ആ വിഷൻ ദൈവം നോക്കുന്നുണ്ട്. എ വിഷൻ ഉള്ളവൻ ഹി വിൽ ബി ഏബിൾ ടു ഫേസ് ചലഞ്ചസ്. വിഷൻ ഉള്ളവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. വിഷൻ ഉള്ളവൻ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ പ്രൊവിഡൻസിനെ, ദൈവത്തിൻ്റെ കരുതലുകളെ, ദൈവത്തിൻ്റെ വിടുതലുകളെ ഏറ്റെടുക്കും. ഈ രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്.